കഴിഞ്ഞ ദിവസം ഒരു പാരൻറ്റ് എന്നോട് സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഒരു 13 വയസ്സുള്ള 8ൽ പഠിക്കുന്നൊരു പെൺകുട്ടിയുടെ അമ്മയാണ്. അവരെന്നോട് പറഞ്ഞതാ, അവളുടെ വർത്തമാനം കേട്ടപ്പോൾ, അവളുടെ സംസാരം കേട്ടപ്പോൾ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാനാണ് തോന്നിയത്. അതുപോലത്തെ ഒരു സംസാരമാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വല്ല കടുങ്കയും ചെയ്താലും ഒന്ന് പേടിച്ചിട്ടാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുന്നുണ്ട്, ഞാൻ ചത്ത് കളയുമെന്ന്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പേടിച്ചിട്ട് വേണോ ഇനി മാതാപിതാക്കൾ ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാനായിട്ട്? അവിടെ എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിന് മാതാപിതാക്കളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. 2, പല കുട്ടികളും നമ്മളോട് പലപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്ക് ചാവണം തോന്നുന്നു. ഈ തോന്നൽ എവിടെ മുതലാണ് ശക്തിപ്പെടുന്നത്? ഇത് രണ്ടും 2 ചോദ്യങ്ങളാണെന്നറിയാം, പക്ഷേ ഞാനൊന്ന് കണക്ട് ചെയ്ത് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഈ പറഞ്ഞൊരു പ്രവണതയുണ്ട്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരുടെ ഇടയിൽ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും അത് അടിവരയിടുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികളിലും മരണസാധ്യത ഇല്ലാത്ത തരത്തിലുള്ള സ്വയം മുറിവേൽപ്പിക്കലുകൾ, ഇപ്പം ദേഷ്യം വന്നാൽ അതെ ബ്ലേഡ് എടുത്ത് കൈ മുറിക്കുക, അല്ലെങ്കിൽ 4 ഗുളികകൾ കഴിക്കുക, ഇത്തരം രീതികളും കൂടി വരുന്നുണ്ട്. ഞാനൊന്നിടയിൽ കയറിക്കോട്ടെ. ഈ സ്വയം മുറിവേൽപ്പിക്കൽ ഇത് പേടിപ്പിക്കാൻ ചെയ്യുന്നതാണോ അതോ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതാണോ? ഇതിൻ്റെ വല്ല ഏർലി സ്റ്റേജ് വല്ലതുമാണോ? ഇല്ല, ഇത് പൊതുവേ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, അതായത് വൈകാരിക അസ്ഥിരതയുള്ള വ്യക്തിത്വം എന്ന് പറയും. അതൊരു വ്യക്തിത്വ വൈകല്യം എന്ന് പറയണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞാലേ പറ്റൂ, കാരണം അപ്പോഴേ ആ വ്യക്തിത്വം പൂർണ്ണതയിലെത്തും. പക്ഷെ അത്തരത്തിൻ്റെ വ്യക്തിത്വ ഘടകങ്ങൾ അത് ഇന്നത്തെ ലോകത്തിൽ വളരെ കൂടി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ വിഷമം താങ്ങാൻ ബുദ്ധിമുട്ട്, സ്വയം മുറിവേൽപ്പിക്കുക, ആത്മഹത്യാ ഭീഷണികൾ. അപ്പോൾ പലപ്പോഴും ഇത് ഭാവിയിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ചില വ്യക്തിത്വ വൈകല്യങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ചില പ്രാരംഭ രൂപങ്ങളാകാം. അപ്പോൾ ഇതിലോട്ട് കുട്ടികളെ നയിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പറഞ്ഞ പോലെ മാധ്യമങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഇത് കിട്ടുന്ന സ്വാധീനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഈസി സൊല്യൂഷൻ സ്വയം ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നൊരു ഐഡിയ വരുന്നു. അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും സഫലമായി കിട്ടും തുടങ്ങിയ ചില ലേൺഡ് എക്സ്പീരിയൻസസ് ആണ്. ചില വ്യക്തികളിലെങ്കിലും തീവ്രമായ ഡിപ്രഷൻ, അതുപോലെ ബൈപോളാർ ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ആത്മഹത്യാ പ്രവണത വരാം. അത്തരം സന്ദർഭങ്ങളിൽ അത് ഗൗരവമാണ്. ചിലപ്പം ആദ്യം ഒന്ന് ശ്രമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാലും അത് ആവർത്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കുട്ടികളെ എങ്ങനെ നേരിടും? അവരെ നമ്മൾ ഭയന്നിട്ടാണോ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എത്രയൊക്കെ ഡിജിറ്റൽ വിപ്ലവം വന്നാലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം വന്നാലും ഒക്കെ ഇതിനൊന്നും മറികടക്കാൻ പറ്റാത്തൊരൊറ്റ കാര്യമേ ഉള്ളൂ: 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ഊഷ്മളമായ വൈകാരിക ബന്ധം, an emotional connect between 2 human beings. ഇത് ശക്തമായി നിലനിന്നാൽ ബാക്കി സാങ്കേതിക വിദ്യയുടെ എന്ത് കടന്നുകയറ്റത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. വീടുകളിലും ഇതാണ് വേണ്ടത്. അപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം യാന്ത്രികമായി പോകാതെ അത് തമ്മിൽ ഒരു ഊഷ്മളമായൊരു വൈകാരിക അംശം ചെറുപ്പം തൊട്ടേ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും മുഖം വാടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് വിഷമമുണ്ടാക്കും. അച്ഛനും അമ്മയും തൻ്റെ ഒരു പ്രവൃത്തി മൂലം ശരിക്കും പ്രയാസപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കും. മറിച്ച് കേവലം ഒരു അധികാരം മാത്രം സ്ഥാപിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ളൊരു രക്ഷാകർതൃ മാതൃക, അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറയും, അത് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ലോകം മാറിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻസ് ഫോർ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, UNCRC, 1989 നടന്ന ആദ്യത്തെ മീറ്റിംഗ്, അതിനെ തുടർന്ന് നടന്ന ഒരുപാട് ചർച്ചകൾ, ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ബാലസൗഹൃദ നിയമങ്ങളും ബാലസൗഹൃദ അന്തരീക്ഷവും സൃഷ്ടിക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരുപാട് ബാലാവകാശ നിയമങ്ങളും മറ്റ് സംഗതികളും ഒക്കെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ കേവലം ഒരു അധികാരം മാത്രം സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായ അനുസരണയിലൂടെ ഈ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് ഇന്ന് സാധ്യമല്ല. മറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഊഷ്മളമായൊരു വൈകാരിക ബന്ധം, ഒരു ഇമോഷണൽ കണക്റ്റ്, അത് പരസ്പരമുണ്ട് എങ്കിൽ, ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ കുട്ടിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, കുട്ടിയുടെ പ്രയാസങ്ങളെല്ലാം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, നിങ്ങളൊരു നല്ല ശ്രോതാവാണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ തന്നെ അവൻ ആദ്യമേ വന്ന് പറയും.
അവിടെ നിങ്ങൾക്ക് തുടക്കത്തിൽ ഇടപെടാൻ പറ്റും. എല്ലാ ദിവസവും കുട്ടിയോട് സംസാരിക്കുന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യവും തുടക്കത്തിലേ നിങ്ങൾ അറിയും. ഒരു അനാരോഗ്യകരമായ സ്വാധീനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിലേ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്ന ഈ കൗമാരത്തിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ ഈ ക്വാളിറ്റി ടൈം ഇല്ലാതാവും. ആ പ്രായം ആവുമ്പോൾ കുട്ടികൾക്ക് നിരവധി ട്യൂഷനുകളും, കുട്ടികൾ തന്നെ പറയാറുണ്ട്, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 8 മണിക്കാണ് വീട്ടിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങുക അല്ലെങ്കിൽ കുറച്ച് ഗെയിം കളിക്കുക, ഇതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് കുട്ടികൾ പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടിയുമായിട്ട് സംസാരിക്കാനുള്ള സമയം അത് ഇല്ലാതെയാവുന്നു, അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ആ ഇമോഷണൽ കണക്റ്റ് പോകുമ്പോഴാണ് കുട്ടിയുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് രക്ഷിതാവ് അറിയുന്നില്ല. രക്ഷിതാവ് വിചാരിക്കുന്നത് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഈ അവൻ പഠിച്ചാൽ മതിയല്ലോ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കൗമാരപ്രായത്തിലെത്തിയ ഒരു കുട്ടിയും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാണ് മനസ്സുകൊണ്ട്. ആ കുട്ടിയുടെ വൈകാരിക ആവശ്യങ്ങൾ, ഇമോഷണൽ നീഡ്സ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്കത് വഴിവെക്കും. അപ്പോൾ കുട്ടിയുടെ ആ ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാനൊരു അരമണിക്കൂർ ദിവസേന ചെലവിടുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെയുള്ളൊരു പരിഹാരമാർഗം. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. അച്ഛനും മകനും തമ്മിൽ ഭയങ്കര ക്ലോസ്, ഭയങ്കര കമ്പനി ആയിട്ടുള്ള, നമ്മൾ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അച്ഛനും മകനായിരുന്നു. തലേ ദിവസം വൈകുന്നേരം വരെ, ഞാനും കൂടെ അത് വിറ്റ്നസ് ചെയ്തൊരു കേസ് ആയതുകൊണ്ടാണ് എനിക്കത് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്. തലേ ദിവസം വൈകുന്നേരം പോലും വളരെയധികം സ്നേഹത്തോടൊക്കെ സംസാരിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു വഴക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണോ, അതോ കുഞ്ഞ് തന്നെ മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ടോ ഞാൻ ഇങ്ങനെയുള്ള ചിന്തകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ വല്ലതും മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് പറ്റുന്നതാണോ, അതോ ഒരു അതിവൈകാരികമായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ സംഭവിച്ചു പോകുന്നതാണോ ഈ സൂയിസൈഡ്, എസ്പെഷ്യലി കുട്ടികളുള്ള സൂയിസൈഡ് എന്ന് പറയുന്നത്? രണ്ട് രീതിയിലും വരാം. ഇപ്പോൾ കുട്ടികളിലെ വിഷാദം, നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തിരിച്ചറിയപ്പെടാതെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ഡിപ്രഷൻ, വിഷാദ രോഗമാണ്. കുട്ടികളിലെ വിഷാദം ഈ മുതിർന്നവരിലെ വിഷാദത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. മുതിർന്ന വ്യക്തികൾ മിണ്ടാതെയാകുന്നു, സങ്കടപ്പെടുന്നു, കരയുന്നു. കുട്ടികൾ ചിലപ്പോൾ കുറച്ചൊരു ദേഷ്യമായിരിക്കും കാണിക്കുന്നു, സാധാരണ കവിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നു, വഴക്കിടുന്നു, ശബ്ദത്തോട് അസഹിഷ്ണുത കാണിക്കുന്നു. ഇപ്പം കതവ് വലിച്ചടച്ചാലോ ഉറക്കെ പേര് വിളിച്ചാലോ ഒക്കെ ഭയങ്കര ഒച്ചത്തിൽ അലറുന്നു, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ചിലപ്പം വീട്ടിൽ ഒരു വിഷാദത്തിൻ്റെ ലക്ഷണമായിട്ട് തിരിച്ചറിയപ്പെടണമെന്നില്ല. ഇതെല്ലാം അവൻ ദേഷ്യപ്പെടുകയാണ്, കൗമാരത്തിൻ്റെ സഹജമായ ഹോർമോണൽ പ്രവർത്തനങ്ങളാണെന്ന് കരുതി ചിലപ്പോൾ അവഗണിച്ചു പോയേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ, അവൻ്റെ ആ അടിസ്ഥാന ഭാവത്തിൽ നിന്നും വന്നിരിക്കുന്നൊരു മാറ്റം, അത് തിരിച്ചറിയപ്പെടാതെ പോയാൽ ചിലപ്പോൾ അത് വിഷാദരോഗം തിരിച്ചറിയപ്പെടാതെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. രണ്ടാമത് ഇമ്പൾസീവ് സൂയിസൈഡ്സ്, എടുത്തു ചാടിയുള്ള ആത്മഹത്യകൾ, അങ്ങനെ ഒരു വിഭാഗവും ഉണ്ട്. അതും അപൂർവമാണ്, പക്ഷേ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ നമ്മൾ എങ്ങനെ വേണം കുട്ടിയെ തിരുത്തേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്സും സ്റ്റേജസും ഒക്കെ പറഞ്ഞു. ആദ്യം സമാധാനപരമായി പറഞ്ഞു കൊടുക്കുക, പിന്നീട് ചില ഘട്ടങ്ങളിൽ അല്പം ശബ്ദമുയർത്താം. ശബ്ദമുയർത്തി കഴിഞ്ഞാൽ തന്നെ അതിന് ശേഷം ഒരു കോൺവെർസേഷൻ ആവശ്യമാണ്. ഇപ്പോൾ ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നോ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ് ഈ വലിയ അപകടം. നമ്മളൊരു പഴയ ഭാഷയിൽ പറഞ്ഞാൽ തല്ല് കഴിഞ്ഞാൽ ഒരു തലോടൽ വേണം എന്ന് പറയും. ഇപ്പോൾ തല്ലുക എന്നുള്ളത് നിയമപരമായിട്ട് സാധ്യമല്ല ഇന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന തല്ലെന്നുള്ളത് അലങ്കാരികമായിട്ട് പറഞ്ഞാണ്. ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അവനൊന്ന് വിഷമം വന്നു കഴിഞ്ഞാൽ, ജസ്റ്റ് സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് ഹിം, ജസ്റ്റ് കൺവിൻസ് ദ ചൈൽഡ് ദാറ്റ് നിങ്ങൾ പറഞ്ഞ വഴക്ക് അവനോടുള്ള വെറുപ്പിൻ്റെ പ്രതിഫലനമല്ല, അവൻ ജീവിതത്തിൽ കുറച്ചുകൂടെ നന്നായി വരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു പരിശ്രമമായിരുന്നു. ഇറ്റ് വാസ് എൻ എക്സ്പ്രഷൻ ഓഫ് യുവർ ഹെൽപ്ലെസ്നെസ് ഓർ സാഡ്നെസ്. നിങ്ങളുടെ ഒരു വിഷമത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ആ ദേഷ്യം, അല്ലാതെ അവനോടുള്ള വെറുപ്പല്ല എന്നൊന്ന് കൺവിൻസ് ചെയ്തേക്കണം. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലത്തെ സംഭവം വരില്ല. ഇല്ലെങ്കിലുള്ള കുഴപ്പം, ഈ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ് വല്ലപ്പോഴുമാണ് വഴക്ക് പറയുന്നെങ്കിൽ ഈ അണുബോംബ് വിട്ട ഒരു എക്സ്പീരിയൻസ് പോലെയാവും. കാരണം അച്ഛൻ എന്നെ വെറുക്കുന്നു എന്നൊരിത് വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇടയ്ക്ക് വഴക്ക് പറയാം, പക്ഷേ വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഒന്ന് വിശദീകരിച്ച് കൊടുക്കണം. നേരത്തെ തന്നെ നമ്മളൊരു സമയവും ഒന്ന് പറയുകയും കൂടെ ചെയ്തേക്കണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും യു ക്യാൻ ഓപ്പൺ അപ്പ് ടു മീ. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും, ഞാനും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ദേഷ്യപ്പെട്ടെന്നിരിക്കും, പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്ക് നിന്നോട് വെറുപ്പാണെന്നല്ല. ആ ദേഷ്യപ്പെടൽ എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയുടെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കാം. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ജീവിതത്തെക്കുറിച്ചും കൂടെ ഒന്ന്
പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കുറച്ചൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ദാറ്റ് വാസ് വണ്ടർഫുൾ. ഒരല്പം സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടികുത്തി വാഴുന്ന ഒരു 4-5 വാക്കുകളുണ്ട്. ഇപ്പോൾ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, ഗാബ. ഇത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. ചിലരിത് ഹോർമോണാന്ന് പറയുന്നുണ്ട്, ചിലരിത് ന്യൂറോ ട്രാൻസ്മിറ്ററാന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ ഇത് വളരെ യൂസ്ഫുള്ളാന്ന് പറയുന്നുണ്ട്, മറ്റു ചിലരിത് ഭയങ്കര ഹാംഫുള്ളാന്ന് പറയുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയമായ ഒരു ഗൈഡൻസ് ആവശ്യമാണെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി ഇവ എന്താണെന്നും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, കുട്ടികളുള്ളൊരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതും ഈ ഓരോ കാര്യങ്ങളും ഒന്ന് എടുത്തു പറയാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാനതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ് മനസ്സ്. ആധുനിക ശാസ്ത്രം ഈ നിമിഷം വരെ ഉള്ള അറിവ് വെച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഉന്നതമായ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് മനസ്സ്. മൈൻഡ് ഈസ് എ കൺസ്റ്റലേഷൻ ഓഫ് ദ ഹയർ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. പക്ഷേ തലച്ചോറെന്ന് പറയുന്ന ഒരു അവയവത്തിന് ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം അങ്ങോട്ട് ചെന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. രക്തത്തിലെ ഗ്ലൂക്കോസും സോഡിയവും പൊട്ടാസ്യവും അണുബാധകളും ഇതൊക്കെ ബാധിക്കും. ഇനി ശരീരത്തിനകത്തുള്ള ഘടകങ്ങളല്ലാത്ത കാര്യങ്ങളും ബാധിക്കും. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ അന്തരീക്ഷം, അനുഭവങ്ങൾ, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ പല കാര്യങ്ങളും ബാധിക്കും. അപ്പോൾ ഈ തലച്ചോറെന്ന് പറയുന്നത് ഇങ്ങനെ സർവശക്തനായ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ഏർപ്പാടല്ല. അത് അകത്തും പുറത്തുമുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. തലച്ചോറിലെ കോശങ്ങൾ, നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകം ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെല്ലാം കോശങ്ങൾ, സെൽസ് ഉള്ളതുപോലെ ബ്രെയിനിലും സെൽസ് ഉണ്ട്. തലച്ചോറിലെ 2 കോശങ്ങൾ, ന്യൂറോൺസ്, ഈ 2 കോശങ്ങൾ, നാഡീകോശങ്ങൾ, അത് 2 തമ്മിൽ ഒരു ഇടവേളയുണ്ട്. അതിന് സിനാപ്സ് എന്ന് പറയും. ഈ സിനാപ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില രാസവസ്തുക്കളുണ്ട്. ആ രാസവസ്തുക്കളെയാണ് നാഡീ സംപ്രേക്ഷണികൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളുമൊക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സഹായത്തോടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക് സർക്യൂട്ടിനെ പോലെയാണ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇടയ്ക്ക് ഷോർട്ട് സർക്യൂട്ട് വരും. അപ്പോൾ പെട്ടെന്ന് സംഗതികളൊന്ന് ഡൗൺ ആവും. പക്ഷേ അതിനെ നേരെയാക്കി എടുക്കാം, കുറച്ച് കഴിഞ്ഞ് ശരിയാക്കി എടുക്കാം. എന്ന് പറഞ്ഞതുപോലെ ഈ തലച്ചോറിലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ തെറ്റായ സിഗ്നൽസ് പാസ് ചെയ്യും ബ്രെയിൻ സെൽസിലൂടെ. ഈ തെറ്റായ സിഗ്നൽസാണ് ചില തെറ്റായ ചിന്തകളായിട്ടും തെറ്റായ അനുഭവങ്ങളായിട്ടും ദുഃഖകരമായ ഓർമ്മകളായിട്ടും ഒക്കെ അത് വരും. അതാണ് പലപ്പോഴും പല മാനസിക രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ തലച്ചോറിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡോപ്പമിനെ കുറിച്ച് പറഞ്ഞാൽ പലരും ഡോപ്പമിൻ ഒരു നല്ല കാര്യമാണെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അത് ഗ്ലൂക്കോസിനെ പോലെയാണ്. ഗ്ലൂക്കോസ് നല്ല കാര്യമാണോ? ആണ്. പക്ഷേ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്കറിയാം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ അളവ് 70 to 140 mg/dL. 70 കുറവാണ് ഗ്ലൂക്കോസ് എങ്കിൽ ക്ഷീണവും തളർച്ചയൊക്കെ വരും, ഹൈപ്പോഗ്ലൈസീമിയ. ചിലപ്പോൾ 25 താഴോട്ട് പോയാൽ ആൾ മരിച്ചു പോകാം. 200 മുകളിലോട്ട് ഗ്ലൂക്കോസ് കൂടിയാൽ ഡയബറ്റിസ്, പ്രമേഹം, അത് രക്തഓട്ടം തടസ്സപ്പെടുത്തും. ഓരോ അവയവങ്ങളിലേക്കുള്ള രക്തഓട്ടം പതിയെ പതിയെ കുറഞ്ഞുകൊണ്ട് വന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. 500 മുകളിലേക്ക് ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ബോധക്ഷയമൊക്കെ വരാം. 600 മുകളിലേക്ക് ഗ്ലൂക്കോസ് കൂടിയാൽ മരണപ്പെടാം. ഇതുപോലെയാണ് ഡോപ്പമിൻ്റെ അളവ്. ഇപ്പം ഡോപ്പമിന് ഞാൻ കൃത്യമായ കണക്കല്ല പറയുന്നത്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലളിതമായൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. കൃത്യമായ കണക്കല്ലെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ തലച്ചോറിൽ 10 യൂണിറ്റ് ഡോപ്പമിൻ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ എനിക്ക് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കണമെന്ന് താല്പര്യമുള്ള സംഗതിയിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. ഈ ഡോപ്പമിനെക്കുറിച്ച് പറയും, നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ഗേറ്റ് വെക്കുന്ന പോലെയാണ്. വീട്ടിന് മുമ്പിൽ ഗേറ്റ് വെക്കുന്നത് നമുക്ക് താല്പര്യമുള്ളവരെ കയറ്റാനും അല്ലാത്തവരെ തടയാനും. രാവിലെ ഒരു കൊടുങ്കാറ്റിൽ ഗേറ്റ് പൊളിഞ്ഞ് വീണാൽ എല്ലാവരും കയറും എന്ന് പറഞ്ഞ പോലെ ചില കുട്ടികളുടെ തലച്ചോറിൽ ഈ 5 യൂണിറ്റ് ഡോപ്പമിനെ കാണുമെന്ന് വിചാരിക്കും. ആവശ്യമുള്ള ഡോപ്പമിൻ്റെ പകുതിയേ ഉള്ളൂ.
അങ്ങനെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു ഹോണടി കേട്ടാൽ അങ്ങോട്ട് തിരിയും, പുറകിലാരെങ്കിലും ചുമച്ചാൽ അങ്ങോട്ട് തിരിയും. ഇതാണ് നമ്മൾ പിരിവിരിപ്പ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD, കുട്ടികളിലെ അമിത വികൃതി എന്നൊക്കെ പറയുന്ന അവസ്ഥ, അത് ഈ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തെ ഡോപ്പമിൻ കുറയുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. അവിടെ ഡോപ്പമിൻ കൂട്ടാനുള്ള ചികിത്സകൾ, മരുന്നുകൾ ഉപയോഗിച്ചും അല്ലാതെയുമുള്ള ചികിത്സകളാണ് ഈ ADHD പരിഹരിക്കാൻ വേണ്ടത്. ഇനി വൈകുന്നേരം ഒരു നല്ല സിനിമ കാണാൻ പോയി എന്ന് വിചാരിച്ചോളൂ. ഡോപ്പമിൻ ഏകാഗ്രതയും ശ്രദ്ധയും കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം നേരത്തെ പറഞ്ഞു പ്ലഷറിനെയും കൂടെ, ആനന്ദത്തിനെയും കൂടെ കൺട്രോൾ ചെയ്യും. അപ്പം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയാണ്, 50 യൂണിറ്റായിട്ട് ഡോപ്പമിൻ കൂടി. നമ്മൾ ആ സിനിമയിലങ്ങ് എൻഗ്രോസ്ഡായി. ആ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ എല്ലാവരോടും പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ നല്ലതൊക്കെ എഴുതി. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് ഒന്നുകൂടെ ആ സിനിമ കാണാൻ പോയെന്നിരിക്കും, കുഴപ്പമൊന്നുമില്ല. സിനിമ കണ്ടിട്ട് പുതിയ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്, അവിടെ കയറി ഒരു പ്രത്യേക ഭക്ഷണം ഓർഡർ ചെയ്തു, ഭയങ്കര ടേസ്റ്റ്, വീണ്ടും ഡോപ്പമിൻ കൂടി, ഒരു 75 യൂണിറ്റായി. എപ്പോഴെങ്കിലും ആ ഹോട്ടലിൻ്റെ പരിസരത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കയറി വീണ്ടും അതൊന്ന് ഓർഡർ ചെയ്ത് കഴിച്ചെന്നിരിക്കും, കുഴപ്പമില്ല. ഇനി മദ്യം പോലെയുള്ള സംഗതികൾ, അതകത്തോട്ട് ചെന്നാൽ ചിലപ്പോൾ ഒരു 200 യൂണിറ്റിൻ്റെ മുകളിലേക്ക് ഡോപ്പമിൻ അങ്ങ് കൂടും, പൊടുന്നനെ അങ്ങ് കൂടും. അപ്പോൾ സംഭവിക്കുന്നത് സന്തോഷം അണപൊട്ടി ഒഴുകുകയാണ്. അത് മറ്റുള്ളവർക്ക് ശല്യമായി മാറും. നമ്മൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ഓരിയിടുന്നു, വഴി പോകുന്ന ആളുകളെ കയറി പിടിക്കാൻ പോകുന്നു, തുണിയില്ലാതെ ഓടുന്നു. ഇത് ചെയ്യുന്ന ആളിന് സന്തോഷമാണ്, പക്ഷേ കാണുന്ന ആളുകൾക്ക് അങ്ങേയറ്റം അരോചകമായ പൊതുശല്യമായ പ്രവൃത്തി. ഇനി പുതിയ ചില മയക്കുമരുന്നുകൾ, സിന്തറ്റിക് ഡ്രഗ്സ്, കഞ്ചാവ്, അത്തരം സംഗതികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചില വ്യക്തികളിൽ, ചില വൾണറബിൾ വ്യക്തികളിൽ ചിലപ്പോൾ ഡോപ്പമിൻ ഒരു 1000 യൂണിറ്റിൻ്റെ മുകളിലോട്ടങ്ങ് കൂടും. അങ്ങനെ കൂടുമ്പോഴാണ് ചെവിയിൽ അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്ന പോലെ, ആരോ നമ്മളെ തെറി വിളിക്കുന്ന പോലത്തെ സൗണ്ട്, മറ്റാളുകൾ നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന മറ്റുള്ള ഭയങ്ങൾ, ഈ ഹാലൂസിനേഷൻസ് എന്നൊക്കെ പറയുന്നത്, ഡെല്യൂഷൻസും ഹാലൂസിനേഷനും, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്, ലഹരി വസ്തുജന്യ ചിത്തഭ്രമം എന്ന് പറയും. അപ്പോൾ ഈ ഡോപ്പമിൻ തന്നെ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിൽക്കുമ്പോൾ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാക്കുന്നു, കുറച്ചുകൂടെ കൂടുമ്പോൾ ആനന്ദം ഉണ്ടാക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് പൊതുശല്യമാവുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, വീണ്ടും കൂടുമ്പോൾ ചിത്തഭ്രമം ഉണ്ടാകും. അപ്പോൾ പല പല റോളുകളുള്ളൊരു സംഗതിയാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ 2 രീതിയിൽ കൂടാറുണ്ട് തലച്ചോറിൽ. ഒന്ന്, നമ്മളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് പാട്ട് കേട്ടു, ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, സാവധാനം ഡോപ്പമിൻ കൂടി ഒരു പീക്ക് ലെവലിലെത്തി. ആ പീക്ക് കുറേ നേരം അങ്ങനെ തന്നെ നിന്ന് പതിയെ കുറയും. ഇപ്പോൾ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യുമ്പോഴൊന്നും പെട്ടെന്ന് ഭയങ്കര ആഹ്ലാദമൊന്നും നമുക്ക് തോന്നത്തില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അങ്ങനെ ഭയങ്കര ആഹ്ലാദമൊന്നും വരത്തില്ല, പക്ഷേ എന്തോ ഒരു സെൻസ് ഓഫ് വെൽബീയിങ് അല്ലേ. പക്ഷേ ജിമ്മിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ഫ്രണ്ട്സിനെ കണ്ടിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സങ്കടവും വരില്ല, കാരണം ആ സെൻസ് ഓഫ് വെൽബീയിങ് സാവധാനമാണ് വീൻ ഓഫ് ചെയ്യുന്നത്. ഇതിനെയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ എന്ന് പറയും. ഇതാണ് ആരോഗ്യകരമായ ഡോപ്പമിൻ വർധനം. എന്നാൽ ഈ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിൻ പൊടുന്നനെ സഡനായിട്ട് കൂടുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു സന്തോഷം, പെട്ടെന്നൊരു പ്ലഷർ, ഭയങ്കര ഒരു തെളിമയൊക്കെ തോന്നും. ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സെക്ഷൽ ഡ്രൈവൊക്കെ കൂടും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ പെട്ടെന്ന് കൂടുന്ന സംഗതികളെല്ലാം പെട്ടെന്ന് കുറഞ്ഞേ പറ്റും. അപ്പോൾ ഇതിനെയാണ് ടോണിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ എന്ന് പറയും. അപ്പോൾ ഈ ടോണിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ ഡോപ്പമിൻ താഴോട്ട് വീഴ് കഴിയുമ്പോൾ വല്ലാത്ത നിരാശയും സങ്കടവും വെപ്രാളവും അസ്വസ്ഥതയും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രയാസമാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഈ സാധനം യൂസ് ചെയ്താൽ ഇതെല്ലാം മറികടക്കാം, വീണ്ടും നമ്മളിത് യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിതിനെ അഡിക്റ്റഡ് ആകുന്നത്. അപ്പോൾ ആണ് ഈ അഡിക്ഷൻ്റെ ഒരു ശാസ്ത്രം, അതാണ് ഈ ഡോപ്പമിനും അഡിക്ഷനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇതിൻ്റെ ടേക്ക് ഹോം മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ചെയ്താൽ പിന്നെ ഈ ടോണിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ സാധ്യത കുറവാണ്. അതായത് ദിവസേന 1 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുക, നല്ല ക്വാളിറ്റി ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിനെ സമ്പന്നമാക്കിയാൽ ഈ ഓൺലൈൻ ഗെയിം കളിക്കാനും അതുപോലെ ഈ ലഹരി ഉപയോഗിക്കാനും നമ്മൾ പോകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. മറിച്ച് ആദ്യം പറഞ്ഞ ഈ ഹെൽത്തി ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ല, നമുക്ക് സൗഹൃദങ്ങളില്ല, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, യു ആർ മോർ ലൈക്ലി ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ഗെറ്റ് ഇൻ ടു
ട്രബിൾ. അതാണ് അതിൻ്റെ ഒരു ടേക്ക് ഹോം മെസ്സേജ്. ഈ ഒരു ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ എന്ന് പറയുന്നത് വീട്ടിലും സ്കൂളിലൊക്കെ ബോധപൂർവമായ ശ്രമങ്ങളിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അനായാസം ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റിലൂടെ ലോകം ചുരുങ്ങിപ്പോകുന്നതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു വശമാണ്, അത് ജീവിതത്തിൻ്റെ എല്ലാമല്ല. അതിന് പുറത്തൊരു ലോകമുണ്ട്. കളിക്കാൻ പോകണം കുട്ടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നേരത്തെ പറഞ്ഞാണെങ്കിലും ചെറിയ കുട്ടികൾ 2 മണിക്കൂർ കളിക്കുക. മുതിർന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലുള്ള കുട്ടികളും ആണെങ്കിലും 1 മണിക്കൂർ അത് കഴിയുന്നതും സൂര്യപ്രകാശം കൊണ്ട് തന്നെ കളിക്കുക. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകണം ആ കുട്ടികൾക്ക്. സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് പേരൻസ് അറിയണം. ആ സുഹൃത്തുക്കളുടെ പേരൻസുമായി നിങ്ങൾക്കൊരു അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സുഹൃത്ത് വലയത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പന്തികേടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാരൻ്റ് അത് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ അറിയാം, തുടക്കത്തിലേ നിങ്ങൾക്ക് ഇടപെടാനും പറ്റും. അതാണ് അതിൻ്റെ. ഈ ബാക്കിയുള്ള 4 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇപ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്യുവർ റിലേഷൻഷിപ്പാണ്. കെയറിങ് അല്ലേ, സംരക്ഷണം. അപ്പോൾ അമ്മമാരാവാത്ത വ്യക്തികൾക്കും ഓക്സിറ്റോസിനുണ്ട്, പുരുഷന്മാർക്കും ഓക്സിറ്റോസിനുണ്ട്. കാരണം നമുക്കും കെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ കെയറിങ്ങുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണത്. അപ്പോൾ അവിടെയും നമ്മുടെ ജീവിതത്തിൽ ചില ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാവും. അത് ജീവിത പങ്കാളിയുമായിട്ടായിരിക്കാം, കുട്ടികളുമായിട്ടായിരിക്കാം. ആ ഒരു ഇൻറ്റിമസി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. നമ്മൾ തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇവർക്കൊന്നും വേണ്ടി സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഓക്സിറ്റോസിൻ പതിയെ പതിയെ ഡിപ്ലീറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് സമയം വെച്ചാൽ അത് ഓക്കെ ആവും. എൻഡോർഫിൻസും എൻകഫാലിൻസും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമകരമായ ഒരു അവസ്ഥ വന്നാലും പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവൻ അവസാനിപ്പിക്കാനോ ഒന്നും പോകില്ല. അതിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എക്സർസൈസ് അതിലൊരു മാർഗ്ഗമാണ്. എഗെയിൻ നമ്മുടെ സർഗാത്മകമായ കഴിവുകൾ, നമ്മുടെ പഠനത്തിന് പുറത്തുള്ള ക്രിയേറ്റീവായിട്ടുള്ള സംഗതികൾ സ്വതന്ത്രമായി എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടിയാൽ ഈ സംഗതികളൊക്കെ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുട്ടിയെ ഈ വ്യത്യസ്ത ട്യൂഷൻ ട്രെയിനിങ് സെൻറ്ററുകളിൽ തളച്ചിടാതെ കുറച്ച് സമയം അവന് ഇപ്പോൾ പടം വരയ്ക്കും, അവൻ റാൻഡമായിട്ട് എടുത്ത് വെച്ച് എല്ലാത്തിനെയും അങ്ങ് തുടക്കത്തിലേക്ക് കയറി സ്ട്രക്ചേർഡ് ആക്കാൻ നിൽക്കാതെ അവൻ ഫ്രീ ആയിട്ട് അത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പറ്റും. സെറട്ടോണിൻ എന്ന് പറയുന്നതും ഈ ഡോപ്പമിനുമായിട്ട് വളരെ സ്ട്രക്ചറലി ബന്ധമുള്ളൊരു സംഗതിയാണ്. സെറട്ടോണിൻ നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. കൂടുതൽ ഇമോഷണൽ കണക്ഷൻസ് ഉള്ള വ്യക്തികളിൽ, കൂടുതൽ സൗഹൃദങ്ങൾ, കൂടുതൽ ഊഷ്മളമായ ബന്ധങ്ങളുള്ളവരിൽ സെറട്ടോണിനും കൂടുതലായിരിക്കും. ഈ സെറട്ടോണിൻ്റെ അളവ് വല്ലാതെ കുറയുമ്പോഴാണ് ഈ ഡിപ്രഷൻ, വിഷാദം എന്നൊരു അവസ്ഥ. സെറട്ടോണിൻ വല്ലാതെ താഴ്ന്നു പോകുമ്പോഴത്തേക്ക് ആത്മഹത്യാ പ്രവണതയടക്കം വരാം. അപ്പോൾ ചില അസുഖങ്ങളിൽ ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം. ഇപ്പം ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ്, അത് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഗാബയുടെ അളവ് വല്ലാതെ കുറയുമ്പോഴാണ് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പാനിക് ഡിസോർഡേഴ്സ് അതൊക്കെ വരുന്നത്. അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിത്യജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വഴി തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ക്രമീകരിക്കാം. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്താലും ചില വ്യക്തികളിൽ പല കാരണങ്ങൾ കൊണ്ടും ഇതിൻ്റെ ലെവൽസ് ചിലപ്പം തകരാറിലേക്ക് പോകാം. തകരാറിലേക്ക് പോയി അതൊരു പ്രകടമായ ഒരു രോഗലക്ഷണത്തിലേക്ക് പോയാൽ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ നിലവിലുണ്ട്. അത്യാവശ്യം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിനെ നമുക്ക് ക്രമീകരിക്കേണ്ടി വരും ചികിത്സയിലൂടെ. ഒരു കാര്യം കൂടെ എപ്പോഴും രക്ഷിതാക്കളുടെ വലിയൊരു ആശങ്കയാണ്, കുഞ്ഞ് ഏത് കരിയറിലേക്ക് പോകണം. ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരു പാരൻറ്റും ഒരു കുഞ്ഞും കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൾക്ക് എല്ലാ വിഷയത്തിനും A1 ഉണ്ട്. A1 എന്ന് പറഞ്ഞാൽ പോരാ, നല്ല മാർക്കുണ്ട്. പക്ഷെ കുഞ്ഞിന് ആഗ്രഹം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ്. അച്ഛൻ ഒരേ നിർബന്ധം, കുട്ടി സയൻസ് എടുത്തേ പറ്റൂ. അപ്പോൾ എന്നോട് ആ കുഞ്ഞ് പറഞ്ഞൊരു സെൻറ്റൻസ് ഇതായിരുന്നു, അങ്ങളെ ഞാനൊരൊറ്റ മിസ്റ്റേക്കേ ചെയ്തുള്ളൂ, നന്നായി പഠിച്ചു, എല്ലാ വിഷയത്തിലും A1 മേടിച്ചു. മറിച്ച് ഞാൻ എനിക്ക് ആവശ്യമുള്ള വിഷയങ്ങളിൽ മാത്രം A1 മേടിക്കുമായിരുന്നെങ്കിൽ ബൈ ഡിഫോൾട്ട് എനിക്ക് എൻ്റെ കോഴ്സ് എടുക്കാമായിരുന്നു. ഇപ്പം ഞാനാണ് കുഴപ്പത്തിൽ ചാടിയത്. ഇവിടെ രക്ഷിതാക്കളോട് നമ്മൾ എന്താ ശരിക്കും പറയേണ്ടത്? അത് A1 എടുത്ത് ഒരു ഡോക്ടർ ആയില്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടോ ശരിക്കും ഇതിൻ്റെ അകത്ത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരേണ്യമായ തൊഴിൽ മേഖലകളൊന്നുമില്ല. എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണ് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല.
അപ്പം പ്രശസ്തനായ ലെബനീസ് കവി ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ പ്രോഫറ്റ് എന്ന കവിതയിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളൊന്നും നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ തൊടുത്തു വിടുന്ന അസ്ത്രങ്ങൾ മാത്രമാണ്. ആ അസ്ത്രങ്ങൾ തൊടുക്കാൻ ഉപയോഗിക്കുന്ന വില്ല് മാത്രമാണ് നിങ്ങൾ. അത് എവിടെ ചെല്ലണം എന്നുള്ളതും എന്തത് ചെയ്യണം എന്നുള്ളതുമൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ മനസ്സിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അദ്ദേഹം വളരെ എത്രയോ കാലത്തിന് മുമ്പ്, ഒരു നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. AI യുഗത്തിൽ അല്ലേ, കുട്ടികൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് വേറെ ഒരു യുഗത്തിൽ ആണ് അവരുടെ ഒരു നിലനിൽപ്പ്. ഇത് വളരെ വിഷണറി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇത് ഓർക്കാറുണ്ട്, പ്രോഫറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കുട്ടികൾക്ക് അഭിരുചി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സംഗതിയുണ്ട്. ഇപ്പം നന്നായി പഠിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെയൊക്കെ ചിലപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഒക്കെ മാർക്ക് വാങ്ങിയേക്കും. 10ാം ക്ലാസ് വരെ തീർച്ചയായിട്ടും മാത്സിനും സയൻസിനും ഒക്കെ മാർക്ക് വാങ്ങും. കാരണം അതിൽ ആ സബ്ജക്റ്റ് പഠിക്കേണ്ടതിൻ്റെ ആ ഒരു സാങ്കേതികത്വത്തിലേക്കൊന്നും 10ാം ക്ലാസ് വരെ പോകുന്നില്ല. ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ അത് കുറച്ച് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കാൽക്കുലസ് എന്നൊക്കെ പറയുന്ന കണക്കിൻ്റെ ചില വശങ്ങൾ കയറി വരും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, മാതാപിതാക്കൾ സേഫ് ആകുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കുട്ടി പേരൻസ് പറയുന്നൊരു വാക്കാണത്. അവർ സേഫ് ആകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളതും ഏറ്റവും പെട്ടെന്ന് തൊഴിൽ കിട്ടുന്നതുമായിട്ടുള്ളൊരു ജോലിയാണ്. അതിൻ്റെ ഒരു അട്രാക്ഷൻ അതാണ്. 4 വർഷം കൊണ്ട് അത് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ ലൈഫ് ഇസ് സെറ്റിൽഡ് അറ്റ് 21 years. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. പക്ഷേ ഈ സാധനം പഠിക്കണമെങ്കിൽ കാൽക്കുലസ് എന്ന് പറഞ്ഞൊരു സംഭവം എത്രമാത്രം അല്ലേ ആഴത്തിൽ പഠിക്കണം, അറിയണം എന്നുള്ളതൊക്കെ താങ്കൾക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നൊരു ഇതാണ്. പക്ഷേ അതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ലാത്തൊരാളിനെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരന്തപൂർണ്ണമാവും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാ സംബന്ധമായ ബുദ്ധി കൂടുതൽ കാണും. അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മേഖലയിലേക്ക് അദ്ദേഹത്തെ വിട്ടാൽ തീർച്ചയായിട്ടും നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏകമാനമായൊരു സംഗതിയല്ല. ഇപ്പോൾ ഹോവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊഫസർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി വൈഭവം എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. 8 വ്യത്യസ്ത തരം ബുദ്ധികളാണ് ഗാർട്ട്നർ പറഞ്ഞത്. അതിൻ്റെ കൂടെ 9ാമതൊരെണ്ണം കൂടെ പിന്നീട് ആഡ് ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യത്തേത് ഭാഷാ സംബന്ധമായ ബുദ്ധിയാണ്. ഇത്തരം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കഥകൾ കേട്ടുറങ്ങാൻ ആയിരിക്കും, പാട്ട് കേൾക്കുന്നതിനേക്കാൾ കഥ കേട്ടുറങ്ങുന്നതായിരിക്കും ഇഷ്ടം. അവർ കുറച്ച് കഴിയുമ്പോൾ കഥ വളരെ താല്പര്യത്തോടെ കേട്ടിരിക്കും, ചിത്രകഥകൾ വായിച്ചു തുടങ്ങും, പിന്നെ പതിയെ നല്ല വായനയിലേക്ക് വരും, നന്നായി സംസാരിക്കും. ഇവരൊരു സിനിമ കണ്ടിട്ട് സിനിമാ കഥ പറഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ കാണണ്ട, അത്രയ്ക്ക് ഗ്രാഫിക്കായിട്ട് അവർ പറയും. അപ്പോൾ ഈ ഒരു കഴിവുള്ള കുട്ടികൾക്ക് പല തൊഴിൽ മേഖലകളിലേക്ക് വിടാം. ഇയാൾക്ക് അധ്യാപകനാകാം, അഭിഭാഷകനാകാം, മാധ്യമപ്രവർത്തകനാകാം, എഴുത്തുകാരനാകാം, പല വഴികളിലേക്ക് പോവാം. രണ്ടാമത്തേത് മാത്തമാറ്റിക്കോ ലോജിക്കൽ ഇൻ്റലിജൻസ്, ഗണിത യുക്തി സംബന്ധമായ ബുദ്ധി. അത് ശാസ്ത്ര അവബോധമാണ്. അതിൽ തന്നെ 2 തലങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ജീവശാസ്ത്രം, ബയോളജി, അത് പഠിക്കാൻ ഗണിത ബുദ്ധി അത്യാവശ്യമായിട്ടില്ല. മറ്റ് ചില, പക്ഷേ ലോജിക്ക് എന്ന് പറഞ്ഞൊരു സംഗതി, യുക്തി ആവശ്യമാണ്. പക്ഷേ ഗണിതം നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള മിക്കവാറും ശാസ്ത്രശാഖകൾ, ഫിസിക്സും കെമിസ്ട്രിയും അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഗണിത ബുദ്ധിക്കൊരു വലിയ കാര്യമുണ്ട്. അടുത്തത് 3ാമത്തെ സംഗതി സ്പേഷ്യൽ ഇൻ്റലിജൻസ്, സ്ഥല ചിത്രീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിലൊക്കെ നല്ല താല്പര്യം കാണും, ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യം കാണും. ഇവർ ഒരുപക്ഷെ സിവിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും തൊട്ട് സിനിമ സംവിധാനവും സിനിമാറ്റോഗ്രാഫിയും വരെയുള്ള പല പല ഏരിയാസിലേക്ക് അവർക്ക് പോവാം. പിന്നെ ബോഡിലി കൈനേസ്തെറ്റിക് ഇൻ്റലിജൻസ്, ശരീരചലന സംബന്ധമായ ബുദ്ധി, സ്പോർട്സും ഡാൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈവൻ സർജറി ചെയ്യുന്നതിന് പോലും ആ ഒരു സംഭവത്തിൻ്റെ ഒരു എലിമെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, താളം, താളബോധം, ഈണം. ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇത് സൈക്കോളജി, ഫിലോസഫി ഇത്യാദി കാര്യങ്ങളുടെ ഒരു സ്കില്ലാണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബിസിനസ് മാനേജ്മെൻറ്റ് പോലത്തെ സ്പെക്ട്രങ്ങൾക്ക്. പിന്നെ അടുത്തത് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ആണ്, പ്രകൃതി സംബന്ധമായ ബുദ്ധി. അപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയുമായി ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങൾ, എൻവയൺമെൻറ്റൽ സയൻസ്, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഇത്യാദി ഒരുപാട് സംഗതികളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ 9ാമതൊരു സംഗതിയുടെ പിന്നീട് വന്നതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, അസ്തിത്വ സംബന്ധമായ ബുദ്ധി, ജീവിതത്തിൻ്റെ ലക്ഷ്യം, അർത്ഥം തുടങ്ങിയ കാര്യങ്ങൾ, ആത്മീയ ചിന്തകൾ. നല്ല ആത്മീയ നേതാക്കളാകാൻ ആ ബുദ്ധിയുള്ള ആളുകൾക്ക് പറ്റും. ഇപ്പോൾ ഒരു പേരൻറ്റിന് തന്നെ തൻ്റെ കുട്ടിക്ക് ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ടുള്ളതെന്ന് ഒബ്സർവ് ചെയ്ത് കുറച്ച് മനസ്സിലാക്കാം. ടീച്ചേഴ്സിനും ചില ഗൈഡൻസ് കൊടുക്കാം. ഇപ്പോൾ ചില കേസുകളിൽ കുട്ടിക്കും
ഇന്ന വിഷയത്തിനോട് പ്രത്യേകിച്ചൊരു ആഭിമുഖ്യമില്ല, എല്ലാം ഓക്കെയാണ്, അല്ലെങ്കിൽ മിക്കവാറും എല്ലാം പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഒരു ശാസ്ത്രീയമായ ഒരു അസസ്മെൻറ്റ് നടത്താം. അതിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് എന്നൊരു അസസ്മെൻറ്റ് വഴി കുട്ടിക്ക് ഇതിൽ ഏറ്റവും ഡോമിനൻ്റായ ഇൻ്റലിജൻസ് ഏതാണെന്ന് കണ്ടെത്താം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. 2, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചി എന്ന് പറയുന്നൊരു സംഗതി ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാ സംബന്ധമായ ബുദ്ധിയുള്ള ആളിന് അഭിഭാഷകനാകാം, മാധ്യമപ്രവർത്തകനാകാം, എഴുത്തുകാരനാകാം, അധ്യാപകനാകാം. പക്ഷേ ഈ 4 തൊഴിലുകൾക്കും വേണ്ട സ്കിൽ സെറ്റുകൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇതിലേതാണ് കുട്ടി ആസ്വദിച്ച് ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അന്തർമുഖത്വമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അഭിഭാഷകനാക്കിയാലും മാധ്യമപ്രവർത്തകനാക്കിയാലും ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള വ്യക്തിക്ക് അധ്യാപകനാകാൻ വലിയ കുഴപ്പം വരത്തില്ല, സർവൈവ് ചെയ്ത് പോകാൻ പറ്റിയേക്കും. എഴുത്തുകാരനാകാൻ ഭംഗിയായിട്ട് പറ്റും, കാരണം ഈ പറഞ്ഞ മറ്റേ സംഗതികളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റാണ് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തേത് പേഴ്സണാലിറ്റി അസസ്മെൻ്റാണ്, വ്യക്തിത്വം. ഇപ്പോൾ ചില വ്യക്തിത്വ സവിശേഷത ഉള്ളവർക്ക് ചിലത് പറ്റില്ല. അപ്പോൾ നല്ല ഭാഷാ സ്വാധീനമുണ്ട്, പക്ഷേ വളരെ തീവ്ര അന്തർമുഖത്തുള്ള ഒരാളാണ്. അയാളെ കൊണ്ട് ബിസിനസ് മാനേജ്മെൻറ്റിൽ കൊണ്ടിട്ടാൽ അയാൾ കഷ്ടപ്പെടും, മറ്റു ചില മേഖലകളിലേക്ക് വിടേണ്ടി വരും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഏറ്റവും നല്ല കരിയർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിക്കും നമുക്കും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, ഇനി കുട്ടിക്ക് വ്യക്തതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യബോധം നമ്മളൊന്ന് അളക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, 10ാം ക്ലാസ് കഴിയുമ്പോഴേ പറയും. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ അത് എന്ത് കോഴ്സാണ് അവിടെ ഉള്ളത്, എന്ത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വേണം, ഒന്നും അറിഞ്ഞിട്ടല്ല പറയുന്നു. സിനിമാ നിർമ്മാണം ആകർഷകമായൊരു മേഖലയാണ്, അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഇതേപോലെയാണ് ചില അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർ പറയുന്ന ഡോക്ടറാക്കണം. എന്താണ് ഈ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കേണ്ട ഒരു പ്രക്രിയയിലെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? ജോലിയിലുള്ള കഷ്ടപ്പാടുകൾ, പരിശീലന ഘട്ടത്തിൽ തന്നെ 24 മണിക്കൂർ 48 മണിക്കൂർ ഉറങ്ങാതെ ഇരിക്കേണ്ട വരുന്ന അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും വെളിയിൽ നിന്നുള്ളൊരു സാമൂഹ്യ അംഗീകാരം മാത്രം കണ്ടുകൊണ്ടാണ് അതിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ അതൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത ആഗ്രഹമാണോ എന്നൊന്ന് വിലയിരുത്തണം. അതല്ല, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റീസ് താല്പര്യമുള്ള കുട്ടി അതിലോട്ട് ഇപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നല്ല വായനയും അറിവും അതിൽ നല്ല അഭിരുചിയും അത് പഠിക്കുമ്പോൾ നല്ല സന്തോഷവും കിട്ടുന്നൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിക്ക് സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ എത്ര ഡോക്ടർമാർ രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഡോക്ടർ രാജ്യം ഭരിച്ചിട്ടറിയോ? കുറച്ച് എഞ്ചിനീയർമാർ രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം രാജ്യങ്ങൾ ഭരിച്ചിട്ടുള്ളതും ഹ്യൂമാനിറ്റീസ് പഠിച്ചവരല്ലേ, പ്രത്യേകിച്ച് നിയമം, ലോ അല്ലേ, മറ്റ് ഹ്യൂമാനിറ്റീസിൻ്റെ സ്ട്രീമും. അപ്പോൾ ഇതാണ് ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സ്പെക്ട്രം എത്ര വൈഡാണ് എന്നുള്ളത്. മാത്രമല്ല, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അവരേത് മേഖല എടുക്കുകയാണെങ്കിലും അവരതിനെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച് അതിലുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എവിടെ എത്തണം എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് കൂടുതലും എന്നാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒട്ടേറെ കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു ഇതുണ്ട്. പക്ഷെ അവിടെയും ചില എല്ലാ നിയമങ്ങൾക്കും എക്സംഷൻസ് ഉള്ള പോലെ കാനഡയിൽ പോകണം ചില കുട്ടികളുടെ ആഗ്രഹമാണ്. അവിടെ പോയിട്ട് എന്ത് പഠിക്കണം, അതവിടെ ചെന്നിട്ട് ആലോചിക്കാം, ഇങ്ങനെ പറയുന്നതുമുണ്ട്. അപ്പോൾ അയൽവാസിയായ ഒരു കുട്ടിയിലെ പരിചയമുള്ളൊരു കുട്ടി കാനഡയിലേക്ക് പോയി. കാനഡയിലെ താപനില എത്രയാണ്, താപനില നമുക്ക് താങ്ങാൻ പറ്റുമോ, എന്ത് പഠിക്കണം, അല്ലെ എന്ത് തൊഴിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ പറയുന്ന അപൂർവ അവസരങ്ങളുമുണ്ട്. പക്ഷേ കൃത്യമായ ധാരണയോടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ വഴി ഇതാണെന്നൊരു കുട്ടി പറയുന്നുവെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ അഭിരുചിയുള്ള മേഖല നമ്മുടെ ഉപരിപഠന മേഖലയായും തൊഴിൽ മേഖലയുമായും തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ജോലി ചെയ്യുകയാണെന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരില്ല. നിങ്ങളുടെ ഔട്ട്പുട്ട് നന്നായിരിക്കും, ലോകത്തിന് നിങ്ങളെക്കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ഒറ്റ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനായിട്ടുള്ളത്, ഈ കരിയർ തിരഞ്ഞെടുക്കുന്നിടത്ത് ഈ സൈക്കോമെട്രിക് പ്രൊഫൈലിംഗ് പോലെയുള്ള കാര്യങ്ങൾ എന്തുമാത്രം കുട്ടികളെ ഹെൽപ്ഫുള്ളാക്കുന്നുണ്ട്? ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ കരിയർ ഗൈഡൻസ് അസസ്മെൻറ്റ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതിലാദ്യം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, 2 ആപ്റ്റിറ്റ്യൂഡ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പലതരം ടെസ്റ്റ്, 3 പേഴ്സണാലിറ്റീസ്. ഈ 3 കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ട്
കുട്ടിയോട്, കാരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യനെയർ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം കൊടുക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വെറുതെ ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ട് മാത്രം കൃത്യമായിട്ട്, ഇപ്പം പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്, കുറേ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് നല്ലത് എന്ന് പറയാനും പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനെയറിലെ ചില ചോദ്യങ്ങളുടെ കൃത്യമായ അർത്ഥം കുട്ടിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നൊരു വ്യക്തത വരുത്തി കുട്ടി എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അവൻ്റെ സ്കിൽ എന്താണെന്നൊന്ന് ഡയറക്റ്റായിട്ടും കൂടെ ഒന്ന് അസസ് ചെയ്തതിന് ശേഷം ഒരു ഗൈഡഡ് ഡിസ്കവറി മോഡ്, അതെ, അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ല വെറുതെ കുറച്ച് ക്വസ്റ്റ്യനെയറുകൾ കൊടുത്തുകൊണ്ട് മാത്രം ഒരു ആധികാരികമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. താങ്ക് യു. താങ്ക് യു.